ഹായ് ഗൈസ്, ഉടായ്പിൻ്റെ ആശാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഓൾറെഡി ഓഫീസിൽ ടീംസ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന ഹെഡ്ഫോൺ ഇപ്പോൾ വളരെയധികം പഴയതായി, ഓൾമോസ്റ്റ് 5 വർഷം പഴയതായി. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ഒരു ഹെഡ്ഫോൺ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വാങ്ങിയ ഒരു ഹെഡ്ഫോണാണ് സെനൈസർ PC 8.2 USB. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്, എൻ്റെ പഴയ കയ്യിലിരിക്കുന്ന ഹെഡ്ഫോണുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഹെഡ്ഫോണിന് അറൗണ്ട് 2900 ഒക്കെയാണ് പ്രൈസ് വരുന്നത്. സെനൈസർ 8.2 അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു ഹെഡ്ഫോണാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എനിക്ക് ടീംസ് മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് നല്ല ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് ഇത് പൊട്ടാനൊന്നും ചാൻസ് ഇല്ല. പിന്നെ തലയുടെ മുകളിൽ നല്ല രീതിയിലുള്ള കുഷനിങ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെവിയുടെ അവിടെയുള്ള ഇയർ പാഡും നല്ല സോഫ്റ്റ് ആണ്. മൈക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മൗത്തിൻ്റെ അവിടെ എത്ര ഡിസ്റ്റൻസ് വേണം, അതുപോലെ അത് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചും തിരിച്ചൊക്കെ വെക്കാം. പിന്നെ കൺട്രോൾസ് എല്ലാം വിത്തൗട്ട് എനി ഈ ഡ്രൈവേഴ്സ്, പിന്നെ നമ്മൾ വിൻഡോസിലൊക്കെ ആണെങ്കിൽ ഒരു ഡ്രൈവേഴ്സും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ കൺട്രോൾസ് എല്ലാം വർക്ക് ചെയ്യും. ടീംസുമായിട്ട് ഇൻ്റഗ്രേഷൻ നല്ല രീതിയിലുണ്ട്. നമുക്ക് ടീംസ് കൺട്രോൾ ചെയ്യാം. അതായത് വോളിയം അപ്പ്, വോളിയം ഡൗൺ, മ്യൂട്ട് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത്, അതായത് നമുക്ക് ഓരോ ആളുകളുടെയും തലയുടെ ഹൈറ്റിനനുസരിച്ച് നമ്മൾ സാധാരണ ഹെഡ് ബാൻഡ് അല്ല ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്പീക്കർ വരുന്ന ഈ പാർട്ടാണ് നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈവൻ കേബിളിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ നല്ല കേബിളിൻ്റെ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു ഡൗൺ ഗ്രേഡ് ആണ്. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്നത് പ്ലാൻട്രോണിക്സിൻ്റെ C320 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ പ്രൈസ് ഉള്ളൊരു ഹെഡ്ഫോൺ ആയിരുന്നു, 4500 രൂപ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, അതായത് ബേസിക്കലി നമ്മൾ ടീംസ് ഒക്കെ നോക്കുമ്പോൾ മൈക്ക് ക്വാളിറ്റി ആണല്ലോ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ മൈക്ക് ക്വാളിറ്റി നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ വിൻഡോസിൻ്റെ നോർമൽ വിൻഡോസിൽ വരുന്ന ഡിഫോൾട്ടായിട്ട് വരുന്ന റെക്കോർഡറിലുള്ള ഓഡിയോ സാമ്പിൾസ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. സെനൈസർ PC 8.2 ഹെഡ്ഫോണിൻ്റെ മൈക്കിൻ്റെ ടെസ്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് വോയിസ് റെക്കോർഡർ, വിൻഡോസിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന വോയിസ് റെക്കോർഡർ യൂസ് ചെയ്തിട്ടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട് ഇവിടെ. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള കാർഡ്ബോർഡ് ബോക്സിൽ 2 പ്രാവശ്യം തട്ടിയിട്ടുണ്ട്. ആ സൗണ്ടുകളും ബാക്കിയുള്ള ഡെസ്കിൽ തട്ടുന്ന സൗണ്ടും, ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കുറച്ച് നോയ്സസ് ഉണ്ടാക്കുന്നുണ്ട്. ആ നോയ്സസ് ഇതിൽ എത്രമാത്രം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സെനൈസറിൻ്റെ PC 8.2 എന്നുള്ള ഈ ഒരു ഹെഡ്ഫോണിൻ്റെ മൈക്ക് ക്വാളിറ്റി ഈ പ്ലാൻട്രോണിക്സിൻ്റെ ബ്ലാക്ക് വയർ 320 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5 വർഷം മുന്നേ ഞാൻ വാങ്ങിയതാണ്. അതിൻ്റെ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റിയുമായിട്ട് ടെസ്റ്റ് ചെയ്യാം. എത്രമാത്രം ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷനും ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി, അതായത് മൈക്കിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഇരിക്കുന്നത് സെയിം എൻവിറോൺമെൻറ്റിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫാൻ ഇട്ടിട്ടുണ്ട്, ഡെസ്കിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം കാറ്റിൻ്റെ സൗണ്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ പോലെ എൻ്റെ കയ്യിലിരിക്കുന്ന കാർഡ്ബോർഡ് ബോക്സ് 2 പ്രാവശ്യം തട്ടുന്നുണ്ട്, ഡെസ്കിൽ 2 പ്രാവശ്യം തട്ടുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ഒരു കവർ ജസ്റ്റ് ഇങ്ങനെ അതൊന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത്, സം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സെയിം ഓഡിയോ ക്വാളിറ്റി രണ്ടിനുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഏതാണ് ബെറ്റർ എന്ന്. ഈ കാണുന്ന ഹെഡ്ഫോണാണ് ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ ഓഫീസിലെ ടീംസ് കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അറൗണ്ട് 6000 റുപ്പീസാണ് ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ വില. ഇതിൻ്റെ മോഡൽ വന്നിട്ട് പ്ലാൻട്രോണിക്സ് ബ്ലാക്ക് വയർ C320M. ഇപ്പോൾ ഇത് റീനെയിം ചെയ്തിട്ട് പോളി എന്ന ബ്രാൻഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു 4 വർഷത്തോളം ഇതിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല വാങ്ങിയതിന് ശേഷം. അതിനുശേഷം ഇതിൻ്റെ വയർ ചെറുതായി ദ്രവിച്ചു. അതുപോലെ ഈ ഇയർ കുഷ്യൻ അത് ദ്രവിച്ചു പോയി. ഇത് ആക്ച്വലി ഞാൻ രണ്ടാമത് മേടിച്ച ക്രസൻഡോ എന്നുള്ള ബ്രാൻഡിൻ്റെ ഇയർ കുഷ്യനാണ്. അതിനുശേഷം ഇത് ഇവിടെയൊക്കെ ചെറുതായിട്ട് 4 വർഷത്തിന് ശേഷം മാത്രമാണ് ഈ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഇതാക്കാനുള്ളത്. ഇത് വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയും ഇതൊക്കെ ഉള്ള ഒരു ഹെഡ്ഫോണാണ്. തീർച്ചയായും നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു നല്ല ഹെഡ്ഫോണാണ്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾ ഓൾറെഡി കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിതിൽ ഈ വീഡിയോ തന്നെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഹെഡ്ഫോൺ തന്നെയാണ് ഈ ഹെഡ്ഫോൺ. താങ്ക് യു.